ഒത്തുതീർപ്പാക്കാൻ ഇടപെടുന്നുവെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണത്തിന് ജോൺ ബ്രിട്ടാസ് എം പി മറുപടി നൽകുന്നു. കോൺഗ്രസിന്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPI നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയത് എനിക്കറിയില്ല. പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം, അതൊരു രീതിയാണെന്ന്. പക്ഷെ ആ ഒരു പട്ടികപ്പെടുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയൻ. ഒരു പക്ഷേ അദ്ദേഹം ഒരു മേക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ്. അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യഭാവമെങ്കിലും വസ്തുത പറഞ്ഞ് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യണം. തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തു. മാത്രമല്ല തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം. യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട്. അപ്പം ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അല്ല, CPM അല്ല, അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറയും. അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ്. ജോൺ മുണ്ടക്കയത്തിന് ഇത് എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. അതാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം മാറി ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുശേഷമാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായി. എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല, ചിലപ്പോൾ പറ്റും. CPM നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു. അത് മാത്രമല്ല, അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് CPMൻ്റെ അഭിപ്രായമെന്ന് ചോദിക്കാൻ CPM നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും CPM കൃത്യമായൊരു കാര്യം പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് CPMൻ്റെ നിലപാടായിരുന്നു. ആദ്യം വൈമുഖ്യം കാണിച്ചു, തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു. അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു, എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത്, അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം, എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി, തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. എവിടെയാണ് ഈ ജോൺ മുണ്ടക്കയെ? പക്ഷെ ജോൺ മുണ്ടക്കയെ വന്ന് മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ, ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടി ആ പത്രത്തിന് കൊടുക്കണ്ടേ? ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ മുണ്ടക്കയത്തെ സമീപിക്കുന്നത്? ഇപ്പം ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മനോരമയ്ക്കുണ്ടാവുക. അത് മാത്രമല്ല, ജോൺ മുണ്ടക്കയത്തെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടുള്ളൂ. അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്തിന് അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ, അത് ഏതെങ്കിലും വാരികയ്ക്ക് കൊടുക്കേണ്ട കാര്യമാണോ? അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ അതൊക്കെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാനീ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട്. തെളിവ് മറ്റാരുമല്ല, സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പാണ്. അതായത് താങ്കൾ ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അതായത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, തിരുവഞ്ചൂരിനെ കണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂരിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഞാൻ പാർട്ടിയുടെ പ്രവർത്തകരാണ്, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ്.
കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും. ഈ പാർട്ടി നേതൃത്വത്തിനുകൂടി അനുമതിയോടുകൂടിയാണോ താങ്കൾ മുഖ്യമന്ത്രിയൊക്കെ പോയി പിന്നീട് കാണുന്നത്? തീർച്ചയായും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക എന്നാണ് പറയുന്നത്. സ്വാഭാവികമല്ലേ? ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ. പക്ഷേ CPM-ന്റെ എനിക്ക് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായി. ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും കൂടി പരിശോധിച്ച് നോക്കുക. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വിളിച്ച് മൊഴിയെടുക്കുകയും, അത് എത്ര നേരെ മൊഴിയെടുത്തത്, ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായി. ഏത് ഇല്ല, ഇത് പിന്നെ ഞാൻ അവിടെ പോയത് ഒരു മാധ്യമ പ്രവർത്തകർ എന്ന പേരില്ല. ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ CPM പ്രവർത്തകൻ, അത് മാത്രമല്ല തിരുവഞ്ചൂര് അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്. ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുണ്ടക്കയാണ്. ഞാൻ കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടറും CPM-ന്റെ ഒരു പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കേണ്ട ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത്, എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി TVയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോൺ എനിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ. ജോൺ മുണ്ടക്കയത്തിന്റെ ഫ്രണ്ടാണ്, തിരുവഞ്ചൂരിന്റെ സഹപ്രവർത്തകരാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലെ അന്ന് പാർട്ടി നേതാക്കളെല്ലാം സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. മാത്രമല്ല കൈരളി TV പാർട്ടി നേതൃത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസസ് ഉപയോഗിക്കാം. പാർട്ടി നേതൃത്വം യുക്തമായൊരു തീരുമാനമെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ സഖാവ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു. സോളാർ എന്നുള്ള പ്രചരണ വിഷയം CPM വേണ്ടാന്ന് വെച്ചു. അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്തു. ആ സമരം അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് ഒരു സമരം പിൻവലിക്കുന്നത്. രാജി ഓഫ് കോഴ്സ്, അതായത് രാജി എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കുന്നു. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയിൽ എത്രത്തോളം മുന്നോട്ട് പോകാം, എത്രത്തോളം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതപ്പോ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂർ എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് റിട്ടയർ ചെയ്ത മാധ്യമ പ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞെന്നറിയാൻ വേണ്ടി. നാട്ടുനടപ്പല്ലേ, കുഴപ്പമില്ല, ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നു. പക്ഷെ മനോരമയ്ക്ക് ഒരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും. എന്നാ കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. ഞാൻ ഉദാഹരണം പറയാം, ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ കൈരളി TVയുടെ ചീഫ് എഡിറ്ററാണ്, MD ആണ്, അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമാണ്. ഞാനിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കൈരളി TVയുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്? എനിക്ക് മൾട്ടിപ്പിൾ റോൾ ഉണ്ട്. അതിലിപ്പോ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായി അങ്ങ് അംഗീകരിക്കാം. അതായത് മുണ്ടക്കയത്തെ താങ്കൾ വിളിച്ചു എന്നുള്ള കാര്യം ഒഴിവാക്കിയാൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് മധ്യസ്ഥനായി നിന്നത് താങ്കൾ അല്ലല്ല. അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റുകളൊക്കെ എടുത്ത് നോക്ക്.
അതായത് എന്താ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു. ഏത് ക്യാബിനറ്റ് എപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം? എപ്പോഴാണ് എടുത്ത തീരുമാനം? കേൾക്ക്, എവിടെ നിങ്ങൾ എടുത്ത് നോക്ക്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും. അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച എവിടെയാണ്? ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരിക്കും, 2013. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ സമരം നടന്ന് ഇത്രയും ഇത് കഴിഞ്ഞിട്ടും ജനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ സമരം ഉണ്ടായി. അതിനുശേഷം ഇത് കൃത്യമായ തോതിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം ഇങ്ങോട്ടേക്ക് ചർച്ചകൾ വിളിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കുക. ആ സമയത്ത് പോലും ഇത് സമരം അവസാനിച്ചില്ല. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ എത്രയോ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്, പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം, പറയേണ്ടാത്തത് പറയില്ല. അല്ല, അതല്ല അവിടെ അതിൻ്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂര് വിളിച്ചു, അല്ലെ തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കത്യമില്ല. അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് CPM വലിയ പ്രതിരോധത്തിലാക്കിയതായിരുന്നു ഈ സമരം പെട്ടെന്ന് പിൻവലിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കൈരളി അന്ന് അത്തരം ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറായി? അതെ, തിരുവഞ്ചൂർ ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ സമരം പിൻവലിച്ചത് എന്നൊരു വാർത്ത അന്ന് കൈരളി. തിരുവഞ്ചൂർ ബന്ധപ്പെട്ടുകൊണ്ടല്ല, CPM-ന്റെ ആവശ്യങ്ങൾ, ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അത് കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത്. അതിനകത്ത് താങ്കൾ ഇടനില നിന്നതാണ് ചർച്ച ചെയ്യുന്ന ഒരു വാക്കല്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ ഒരു റോഡ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ വാർത്തയായത് കൈരളിയാണ്. താങ്കൾ ആ ചുമതലയുള്ള ആളുമാണല്ലോ. അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു ചർച്ചയ്ക്ക് വന്നത് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ്, ഞങ്ങൾ തോൽവി സമ്മതിക്കുകയാണ്. അതിനകത്തൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാ സമരങ്ങളും ആ സമരങ്ങൾ വൻ വിജയമായിരുന്നുവെന്ന് പിന്നീടുള്ള ജനവിധി വ്യക്തമാക്കി തന്നു. 91 സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ആ വിഷയം അത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറി. ഈ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുണ്ടായി. അത് കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ? തിരുവഞ്ചൂരിന് അത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായി എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉള്ളിലെ സമ്മർദ്ദ വേലിയേറ്റങ്ങള് ആരോട് പറഞ്ഞു? അവിടെ തിരുവഞ്ചൂരിന് സമ്മർദ്ദമുണ്ടായിരുന്നു. തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ പെടുത്തിയോ, KC ജോസഫ് തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തിയോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ പത്രങ്ങളിൽ വന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ലേ. അദ്ദേഹത്തിന്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ആ വിട്ടുവീഴ്ചയിൽ ഏതെങ്കിലും TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു? അന്വേഷണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നെങ്കിലും ആ രീതിയിലുള്ള എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ മാധ്യമപ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ നല്ല ഭാവനയുള്ളതാകുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണം ചിന്തിക്കാം. അന്നത്തെ ഒരു കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി അന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരില്ല എന്നന്ന് പറഞ്ഞിരുന്നു. അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ വരില്ല. എന്നിട്ടും പക്ഷേ സമരം CPM പിൻവലിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചു. ഉമ്മൻചാണ്ടി പിന്നീട് വാക്ക് പാലിക്കേണ്ട വന്നു. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ളതല്ലോ. അദ്ദേഹം വാക്ക് പാലിക്കേണ്ട വന്നു. വാക്ക് പാലിക്കാൻ UDF നേതൃത്വം നിർബന്ധിതമായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഉദാഹരണം ഇപ്പൊ തിരുവഞ്ചൂര് ടെലിവിഷൻ ചാനലിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതായത് ക്യാബിനറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചതല്ലേ ജുഡീഷ്യൽ അന്വേഷണം. അങ്ങനെയാണ് പിന്നെ ഇതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തത്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും പല ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തും. അതായത് തിരുവഞ്ചൂരുമായി ഒരു ധാരണയിലായിരുന്നു CPM ആയി. അതിനുശേഷമാണ് അത് ഔദ്യോഗികമായി പിന്നീട് തിരുവഞ്ചൂര് ഒരു നിർദ്ദേശം വെച്ചു. തിരുവഞ്ചൂര് നിർദ്ദേശം ഞാൻ കൺവേ ചെയ്തു. CPM-ന്റെ നിർദ്ദേശം സ്വാഭാവികമായിട്ടും
സോളാർ സമരം ഒത്തുതീർപ്പായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം നേരത്തെ രംഗത്ത് വന്നിരുന്നു. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്. ഇതിന് വഴിവെച്ചത് അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്നുള്ള ആരോപണവും അദ്ദേഹം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം ഈ സോളാർ ഒത്തുതീർപ്പ് വിവാദം അത് തള്ളുകയാണ്. ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിട്ടില്ല, തന്നെ വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഏതായാലും ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് ബ്രിട്ടാസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, തിരുവഞ്ചൂരാണ് തന്നെ വിളിച്ചത്, തന്നെ ബന്ധപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, അല്ലേ? തീർച്ചയായും സോളാർ സമരം പെട്ടെന്ന് ഒത്തുതീർന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ ഒത്തുതീർപ്പുണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ ശക്തമാണ്. ഒരുപക്ഷെ അതിൽ ഏറെക്കുറെ ശരിയും ഉണ്ടായിരുന്നു. കാരണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമരം നിർത്തേണ്ടത് ഇരു കൂട്ടർക്കും, അത് ഭരണമുന്നണിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ആവശ്യമായിരുന്നു. സമരം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ CPM അന്ന് എത്തിയിരുന്നു, ഇടതുമുന്നണി അന്ന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സമരം ഒത്തുതീർപ്പാക്കാൻ എല്ലാ വഴികളും അന്ന് CPM തേടിയിരുന്നത് വസ്തുതയാണ്. ഒരുപക്ഷെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും അവസാന നിമിഷം വരെ അതിൽ വലിയ അവർ പോലും ഇട്ടിൽ നിന്നുകൊണ്ടുള്ള തീരുമാനമായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസം മുമ്പ് അന്ന് CPIയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇടതുമുന്നണി യോഗത്തിലടക്കം പങ്കെടുക്കുന്ന C ദിവാകരൻ ന്യൂസ് 18നോട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ സമരം ഒത്തുതീർത്തതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമായിരുന്നു, പിണറായി വിജയന്റെ ഇടപെടലായിരുന്നു എന്നത്. അത് പിന്നീട് വലിയ വിവാദമായി മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്ന് ജോൺ മുണ്ടക്കയം എന്ന മാധ്യമപ്രവർത്തകൻ മുൻ മനോരമയുടെ മുൻ ബ്യൂറോ ചീഫ് നടത്തിയത് ഒരു പുതിയ ഒരു വെളിപ്പെടുത്തൽ പറയാൻ കഴിയുന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹമാണ് ഈ സമരം തീർത്തതിന് പിന്നിൽ. അദ്ദേഹവും ജോൺ ബ്രിട്ടാസുമായി നടത്തിയ ചർച്ചയാണ് രണ്ട് മാധ്യമപ്രവർത്തകർ പത്രപ്രവർത്തകർ തീർത്ത സമരമെന്നാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. ജോൺ ബ്രിട്ടാസ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെ ബന്ധപ്പെടുകയും താൻ ഉമ്മൻചാണ്ടിയും പിന്നീട് ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വിളിച്ച് പ്രശ്നം ഒത്തുതീർക്കുകയായിരുന്നുവെന്ന ഒരു അവകാശവാദമാണ് ജോൺ മുണ്ടക്കയം നടത്തുന്നത്. ഇടനില നിന്നത് താനും ജോൺ ബ്രിട്ടാസുമാണെന്ന ഒരു അവകാശവാദമാണ് ജോൺ മുണ്ടക്കയം ഉന്നയിച്ചത്. എന്നാൽ പൂർണ്ണമായും അതിനെ തള്ളിക്കളയുകയാണ് ജോൺ ബ്രിട്ടാസ്. രാഷ്ട്രീയമായി തന്നെയാണ് അവിടെ ഒരു ചർച്ച നടന്നത്, രാഷ്ട്രീയമായി തന്നെയാണ് അതിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായെന്ന് വെളിപ്പെടുത്തുക കൂടിയാണ് ജോൺ ബ്രിട്ടാസ് ചെയ്യുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതിൽ ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ ഇതിൽ റോൾ എന്ന കാര്യത്തിലൊക്കെ ഇനിയും കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയ ഇടപെടൽ നടന്നിരുന്നു, ഒത്തുതീർപ്പ് നടന്നു എന്ന വസ്തുത കൂടുതൽ തെളിവുകളോടെ ഇനി പുറത്തു വരുമോ എന്നാണ് കാണേണ്ടത്. ശരി, നന്ദി. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്